വിഷ്ണുശാലിനിയുടെ ഇന്നത്തെ എപ്പിസോഡിൽ സുസ്മിതയാണെങ്കിൽ ജഗദീപിനെയും വിളിച്ചുകൊണ്ട് അങ്ങനെ വിനോദസഞ്ചാരികളൊന്നും അധികം പോകാത്ത കടലിൻ്റെ ഒരു ഭാഗത്തേക്ക്, കടൽ തീരത്ത് തന്നെയാണ്, ഒരു പാറക്കെട്ടിൻ്റെ മുകളിലേക്ക് കുറച്ച് അപ്പുറത്തായിട്ട് അങ്ങ് കയറി പോവുകയാണ് പാറക്കെട്ടിലേക്ക്. അന്നേരം എനിക്ക് പേടിയാകുന്നു സുസു, ഞാനിവിടെ ഒന്നും വരില്ല, എനിക്ക് വെള്ളത്തെ പേടിയുണ്ട്, ഫിക്സ് ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത അങ്ങ് കുറച്ച് പാറയുടെ മുകളിലോട്ട് കയറി നിൽക്കുകയാണ്. ജഗദീപാണെങ്കിൽ തപ്പി കയറുന്നേ ഉള്ളൂ. അന്നേരം ജഗദീപേട്ടന് എന്തിനെങ്കിലും പേടിയില്ലാതെ ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇടി മിന്നൽ അതിനെയൊന്നും, എനിക്ക് മഴ ഇരുട്ടിനെയൊന്നും പേടിയില്ല, പക്ഷേ പ്രേതം യക്ഷി ഇതിനൊക്കെ പേടിയാണ് എന്നൊക്കെ പറയുമ്പോൾ സുസ്മിതങ്ങ് മനസ്സിൽ കരുതുകയാണ്, ലോകത്തുള്ള സകല സമാനങ്ങളെയും പേടിയുള്ള ഒരു പുഴുവിനെയാണല്ലോ ഞാൻ ഇത്രയും നേരം ചുമന്നതെന്നും പറഞ്ഞ് ജഗദീപേട്ട ഇങ്ങോട്ട് വന്നേ, ഇവിടെ ഒരുപാട് കാഴ്ചകൾ ഇനിയുണ്ട് കാണാൻ, ഇങ്ങോട്ട് വന്നേന്നും പറഞ്ഞ് ആ പാറപ്പുറത്തേക്ക് പിടിച്ചു കയറ്റുകയാണ്. അന്നേരം ജഗദീപങ്ങ് ഇരിക്കുകയാണ്. എന്നിട്ട് പറയുന്നതോ അങ്ങോട്ട് നോക്കി അവിടുത്തെ വെള്ളം കണ്ടോ എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ജഗദീപ്. അന്നേരം ഒരു ബോട്ട് മുക്കി കൊല്ലാനുള്ള വെള്ളമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സുസു ഒന്ന് ചുമ്മാ ഇരുന്നേ, ഒന്നാമത് ആകെ മനുഷ്യൻ പേടിച്ചിട്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ സുസ്മിത അവിടെ തൻ്റെ തനി സ്വഭാവം പുറത്തെടുക്കുകയാണ്. നീ ആരാടാ എന്നോട് മിണ്ടാതിരിക്കാൻ പറയണ്ട പട്ടി എന്നും പറയുമ്പോൾ, പട്ടിയെന്നോ സുസുയുടെ ഭാവം എന്തിനാ മാറുന്നത്, ഞാൻ ഇത് താലികെട്ടിയ ഭർത്താവാണ്, ജഗദീപേട്ടനാണ് എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ എൻ്റെ അഭിനയമായിരുന്നു, നിന്നെ ഇവിടെ വരെ എത്തിക്കാനുള്ള എൻ്റെ അഭിനയമായിരുന്നു, എൻ്റെ അമ്മയ്ക്ക് ഒരു അബദ്ധം പറ്റി, പക്ഷെ അതിന് നമ്മൾ തിരുത്തി കളയാൻ തന്നെയാണ് തീരുമാനം എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത അങ്ങനെയൊന്നും പറയരുത്, സുസ്മിതയ്ക്ക് നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു, എനിക്കും നഷ്ടപ്പെടാനുള്ളത് നഷ്ടപ്പെട്ടു, നമുക്കിനൊരു പരസ്പര ധാരണയിൽ പോകുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കുകയാണ്. അന്നേരം എന്തോ നഷ്ടപ്പെട്ടു എന്ന് നീ പറയുന്നത്, നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ഒരു നല്ലൊരു സോപ്പ് തേച്ച് കുളിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ, ഇനിയിപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആയാലും അതും തീർക്കാനുള്ള മാർഗമൊക്കെ ഇവിടെയുണ്ട്, ഒരു രാത്രിയുടെ കഥയെന്നും പറഞ്ഞ് ഇനി സുസ്മിതയെ നീ പേടിപ്പിക്കാനൊന്നും നോക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടായെങ്കിലും സുസു പൊറുക്ക് എന്നൊക്കെ പറഞ്ഞ് കൈകൂപ്പിയൊക്കെ ജഗദീപ് ഇങ്ങനെ അപേക്ഷിക്കുന്നുണ്ട്. പക്ഷെ എല്ലാം അവിടെ ജഗദീപിൻ്റെ അടവ് തന്നെയാണ്, നിന്നെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കും എന്നൊക്കെ പറയുമ്പോൾ ജഗദീപ് പറയാണ്, ഗോവയിലേക്കോ മറ്റോ ആണെങ്കിൽ ഞാൻ മറ്റേ ട്രൗസർ എടുത്തിട്ടില്ല എന്നും പറഞ്ഞ് ജഗദീപ് വീണ്ടും കോമഡി പറയുകയാണ്. അന്നേരം സുസ്മിതയ്ക്ക് അങ്ങ് ദേഷ്യം വരുന്നുണ്ട്. നിൻ്റെ ഈ അനവസരത്തിലുള്ള കോമഡിയും തിരുവനന്തപുരം സ്ലാങ്ങും ഒക്കെ കേൾക്കുമ്പോൾ എനിക്കാണെങ്കിൽ പുറമോട്ട് പെരുത്ത് വരുന്നു, നിന്നെ ഇവിടെ നിന്ന് ഒഴിവാക്കും എന്നൊക്കെ പറയുമ്പോൾ, ക്ഷമിക്കുക, ഇതൊക്കെ നമുക്കൊരു തമാശയായിട്ട് എടുത്താൽ പോരെ, കഴിഞ്ഞതൊക്കെ തമാശയായിട്ട് എടുക്കാം, മറക്കാം എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത ഇങ്ങ് അട്ടഹസിച്ച് ചിരിക്കുകയാണ്. അത് കാണുമ്പോൾ ജഗദീപും ചിരിക്കുകയാണ്. ഇത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ സുസ്മിത അതോടൊപ്പം ജഗദീപിനോടൊപ്പം പാറപ്പുറത്ത് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സുസ്മിത അങ്ങ് എഴുന്നേൽക്കുകയാണ്. ജഗദീപ് അങ്ങ് ഇരുന്ന് ചിരിക്കുമ്പോൾ ഇതും തമാശയായിട്ട് എടുക്കടാ എന്ന് പറഞ്ഞിട്ട് കാലുകൊണ്ട് ഒരൊറ്റ ചവിട്ടി അങ്ങ് ജഗദീപിനെ അങ്ങ് വെള്ളത്തിലേക്ക് ഇടുന്നുണ്ട്. എന്നിട്ട് സുസ്മിത ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ജഗദീപ് അങ്ങ് വെള്ളത്തിലേക്ക് താഴ്ന്നു പോകുന്നു. എന്നിട്ട് നീട്ടി ഒരു തുപ്പുകയാണ് സുസ്മിത. എന്നിട്ട് ചുറ്റുമൊക്കെ നോക്കുന്നുണ്ട് ആരെങ്കിലും കണ്ടോ ഇല്ലയോ എന്ന്. എന്നിട്ട് സുസ്മിത അവിടെ നിന്നും പെട്ടെന്ന് അങ്ങ് പിറകോട്ട് മാറുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ബീച്ചിൽ നിന്ന് മുകളിലോട്ട് കയറുമ്പോൾ പാർക്കിൻ്റെ അടുത്തായിട്ട് ഒരു മരച്ചുവട്ടിൽ വിഷ്ണുവും ശാലിനിയും കൂടി ഇരിക്കുന്ന കാണുകയാണ്. അന്നേരം ഇവരെന്താ ഇവിടെയെന്നും പറഞ്ഞ് ഇങ്ങനെ വിഷ്ണുവിനെ ശാലിനിയെയും സുസ്മിത ശ്രദ്ധിക്കുകയാണ്. അന്നേരം ശാലിനിയാണെങ്കിൽ വിഷ്ണുവിനോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. എന്താ വിഷ്ണുവേട്ടാ ഇനി എപ്പോഴാണ് പറയുന്നത്, എന്തെങ്കിലും ഒരു തീരുമാനം പറയും എന്നൊക്കെ പറഞ്ഞ് വിഷ്ണുവിനെ ഇങ്ങനെ പിടിച്ച് കുലുക്കുമ്പോൾ, ഇതെന്താ ഞാനറിയാത്ത കഥയിലൊരു ട്വിസ്റ്റ് ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് എന്തോ വിഷ്ണു പറയാൻ പോകുന്നു, ശാലിനിയും വിഷ്ണുവും തമ്മിൽ സംസാരിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാകുമ്പോൾ സുസ്മിത ഉടനെ ഫോണിൽ ക്യാമറ ഓണാക്കി അത് വീഡിയോ എടുക്കുകയാണ്. എന്നിട്ട് സുസ്മിത ശ്രദ്ധിക്കുകയാണ് അവരെന്താണ് പറയുന്നതെന്ന്. അതായത് നാളെ എൻ്റെ സീമന്തം നിശ്ചയിച്ചിരിക്കുകയാണ്, ഗർഭിണിയല്ലാത്ത എൻ്റെ സീമന്തം എന്ന് പറയുമ്പോൾ സുസ്മിത എങ്ങ് ഞെട്ടുകയാണ്. സത്യാമ്മയോട് ഇതിനേക്കാൾ വലിയ ചതിയുണ്ടോ, നമ്മൾ പറഞ്ഞത് സത്യാമ്മ വിശ്വസിച്ചിരിക്കുകയാണ്, അതനുസരിച്ച് സീമന്തത്തിനായിട്ട് ചടങ്ങുകൾക്ക് നാട്ടുകാരെ മുഴുവൻ ക്ഷണിച്ചു, അപ്പോൾ പിന്നെ നാളെ ഞാൻ ഗർഭിണി അല്ല എന്നറിയുമ്പോൾ സത്യാമ്മ നാട്ടുകാരുടെ മുന്നിൽ ആരാകും, ഇതിനേക്കാൾ വലിയ ചതിയുണ്ടോ വിഷ്ണുവേട്ടാന്നും പറഞ്ഞ് എന്തെങ്കിലും ഒന്ന് പറയും എന്നൊക്കെ പറയുമ്പോൾ വിഷ്ണു ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ്. അന്നേരം അപ്പോൾ ഞാൻ മാത്രമല്ല തട്ടിപ്പുകാരി, ഇവരെല്ലാവരും തട്ടിപ്പുകാരാണല്ലേ എന്നും പറഞ്ഞ് വീഡിയോ അത്രയും എടുത്ത ശേഷം ക്യാമറ ഓഫ് ചെയ്യുകയാണ്. എന്നിട്ട് ഇനി നിങ്ങൾ ഇവിടെ ഇരുന്ന് കാറ്റ് കൊള്ളു, സുസ്മിതയ്ക്ക് വേറെ പണിയുണ്ട് എന്നും പറഞ്ഞ് സുസ്മിത അങ്ങ് അവിടെ നിന്നും തിരിയുകയാണ്. അതേസമയം ശാലിനിയോട് വിഷ്ണു പറയുന്നുണ്ട്, ശാലിനി പറയണമെന്ന് മനസ്സ് വിചാരിക്കുന്നുണ്ട്, പക്ഷെ അമ്മയുടെ മുന്നിലെത്തുമ്പോൾ പറ്റുന്നില്ല, ഇന്ന് എന്തായാലും പറയാം ഉറപ്പ് എന്ന് പറയുമ്പോൾ ശാലിനി ഒരുവിധം ആശ്വസിച്ചിരിക്കുകയാണ്.
ഇതേ സമയം സുസ്മിതയാണെങ്കിൽ ബീച്ചിൽ തൻ്റെ കാറ് പാർക്ക് ചെയ്യുന്നത് സ്ഥലത്തൊക്കെ പോയി നോക്കുന്നുണ്ട്. പക്ഷെ വണ്ടി എങ്ങും കാണുന്നില്ല. ഇതിപ്പോൾ എവിടെ കൊണ്ടുപോയാണോ പാർക്ക് ചെയ്യുന്നത്, എവിടെയും കാണാനില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കുറേ ചുറ്റുമ്പോൾ കുറേ കാറുകളുടെ കൂട്ടത്തിൽ വണ്ടി പാർക്ക് ചെയ്യുന്ന കാണുകയാണ്. അന്നേരം ചെന്നത് ഡോറ് തുറക്കാൻ നോക്കുമ്പോൾ ലോക്ക്. അങ്ങനെ അമ്മ ചിലപ്പോൾ ഡ്രൈവറെ പറഞ്ഞ് വിട്ട് കാണും, അമ്മയ്ക്ക് എന്തൊരു റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് പറഞ്ഞിട്ട് സാറിലെ ഫോൺ ചെയ്യാനായിട്ട് കാറിൽ ഇങ്ങനെ ചാരി നിന്നിട്ട് സുസ്മിത ഫോൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ സുസ്മിതയെ ഇങ്ങനെ ഒരു വിളി കേൾക്കുകയാണ്. അന്നേരം നല്ല പരിചയമുള്ള ശബ്ദമെന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ ഡ്രസ്സൊക്കെ നനഞ്ഞ് ഇങ്ങനെ ആകെ കുളിച്ച് നിൽക്കുന്ന ജഗദീപിനെയാണ് കാണുന്നത്. അന്നേരം സുസ്മിത ഒരു നിമിഷം പേടിച്ച് ഇങ്ങനെ നെഞ്ചത്ത് അയ്യോ എന്നും പറഞ്ഞ് കൈവയ്ക്കുകയാണ്. അന്നേരം നീ എന്തിനാടി പേടിക്കുന്നതെന്നും പറഞ്ഞ് സുസ്മിത നമുക്ക് വീട്ടിൽ പോകണ്ടേ എന്നും പറഞ്ഞിട്ട് ജഗദീപ് നെറ്റിയിൽ ഇങ്ങനെ വെള്ളമൊക്കെ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് സുസ്മിത അടുത്തേക്ക് ചെല്ലുകയാണ്. അന്നേരം ജഗദീപ് എന്നിങ്ങനെ പറയുമ്പോൾ അല്ലല്ല ഏട്ടൻ മിസ്സായിപ്പോയി എന്നിങ്ങനെ ജഗദീപ് പറയുകയാണ്. അന്നേരം ആ ജഗദീപ് ഏട്ടൻ എന്ന് പറയുമ്പോൾ സുസ്മിത ആകെ പേടിച്ചിരിക്കുകയാണ്. നമുക്ക് വീട്ടിൽ പോകണ്ടേ, വാ വണ്ടി കയറ് എന്ന് പറഞ്ഞിട്ട് സുസ്മിതയുടെ കൈ ഇങ്ങനെ ജഗദീപ് പിടിക്കുകയാണ്. അന്നേരം ജഗദീപ് ഏട്ടൻ പോയിക്കോ, ഞാൻ പിന്നെ വന്നോളാം എന്ന് പറയുകയാണ്. അന്നേരം ജഗദീപിൻ്റെ ഭാവം അങ്ങ് മാറുകയാണ്. ഇത് നിൻ്റെ അമ്മയുടെ വണ്ടിയല്ലേ, ഇതെന്തായാലും വീട്ടിൽ കൊണ്ടുപോകണ്ടേ, മര്യാദയ്ക്ക് വണ്ടി കയറി. എനിക്ക് പ്രേതത്തിനെ യക്ഷിയൊക്കെ പേടിയുള്ളൂ, മനുഷ്യരാണെങ്കിൽ ഒട്ടും പേടിയില്ല, മര്യാദയ്ക്ക് കയറടി എന്ന് പറഞ്ഞിട്ടിപ്പോൾ വരുന്നില്ല എന്നും പറഞ്ഞ് സുസ്മിത നിൽക്കുകയാണ്. അന്നേരം ഒരൊറ്റ അടി വെച്ച് തന്നിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ നീട്ടുമ്പോൾ സുസ്മിത ഇങ്ങനെ തടുക്കുകയാണ്, അടി കിട്ടുമെന്ന് പേടിച്ചിട്ട്. പക്ഷേ ജഗദീപ് തല്ലുന്നില്ല. തുടർന്ന് ബലമായിട്ട് ജഗദീപ് സുസ്മിതയെ കാറിലേക്ക് പിടിച്ചു കയറ്റുകയാണ്. എന്നിട്ട് ജഗദീപ് വണ്ടി എടുക്കുന്നുണ്ട്. സുസ്മിതയാണെങ്കിൽ മിണ്ടാതിരിക്കുകയാണ് ജഗദീപിൻ്റെ ഭാവമൊക്കെ കണ്ടിട്ട്. തുടർന്ന് വണ്ടി ഓടിച്ച് പോകുമ്പോൾ ജഗദീപ് ചോദിക്കുന്നുണ്ട്, സുസ്മിതയെ നീ തോപ്പുംപടി ഷാജി എന്ന് കേട്ടിട്ടുണ്ടോ? അന്നേരം കേട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അതാണ് ശരിക്കുള്ള എൻ്റെ പേര്. സായിപ്പന്മാർ തിരയിലേക്ക് നാണയത്തോട്ട് എറിയുമ്പോൾ അത് കൃത്യമായിട്ട് പോയി മുങ്ങി എടുത്തുകൊണ്ട് വരുമായിരുന്നു ഞാൻ എൻ്റെ 5ാമത്തെ വയസ്സിൽ എന്ന് പറയുമ്പോൾ സുസ്മിത ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. മീനിനെയാണോടി നീന്തൽ പഠിപ്പിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സുസ്മിതയ്ക്ക് അങ്ങ് പേടിയൊക്കെ വരികയാണ് ജഗദീപിൻ്റെ സംസാരത്തിൽ. എന്നിട്ട് ചോദിക്കുകയാണ് ഒരു ഹൈഡ്രോഫോബിയ, അവൾ അമ്മുമ്മയുടെ എന്നൊക്കെ പറഞ്ഞ് വഴക്കൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് നീ ട്രാക്കോഫോബിയ എന്താണെന്ന് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അന്നേരം ഇല്ല എന്ന് പറയുമ്പോൾ ഇതാ ഇപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് ജഗദീപ് വണ്ടി ഭയങ്കര സ്പീഡിൽ ആക്സിലേറ്റർ കൊടുത്ത് ഭയങ്കര സ്പീഡിൽ വണ്ടി ഓട്ടിക്കുകയാണ്. എന്നിട്ട് സുസ്മിതയ്ക്ക് അങ്ങ് പേടിയാവുന്നുണ്ട്. സുസ്മിത അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീഴാൻ പോകുന്നുണ്ട്. അയ്യോ സ്പീഡ് കുറച്ച് എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എതിരെ വണ്ടി വരുമ്പോൾ 2 ചെവിയൊക്കെ പൊത്തി സുസ്മിത എങ്ങ് അലറുകയാണ്. അന്നേരം പേടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് സുസ്മിത പറയുന്നുണ്ട്. അന്നേരം നമുക്കൊരു ധാരണയിലെത്താം, കഴിഞ്ഞതൊക്കെ മറക്കാം, ഒരു തമാശയായിട്ട് എടുത്തൂടെ എന്നിങ്ങനെ സുസ്മിത ചോദിക്കുകയാണ്. നേരത്തെ ജഗദീപ് ചോദിച്ച അതേ ഡയലോഗ്. അന്നേരം ജഗദീപനങ്ങ് ചിരിക്കുകയാണ്. ജഗദീപ് അങ്ങ് ചിരിക്കുന്നുണ്ട്. പക്ഷേ സുസ്മിത ചിരിക്കുന്നില്ല. തുടർന്ന് ജഗദീപ് സ്റ്റിയറിങ്ങിലൊക്കെ കൈയിട്ടടിച്ച് ചിരിക്കുകയാണ്. അന്നേരം നീ ചിരിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ് സുസ്മിതയോട്. അന്നേരം വേണമെങ്കിൽ ചിരിക്കുക എന്ന് പറഞ്ഞ് ചിരി വരുത്താനായിട്ട് പേടിച്ചാണ് സുസ്മിത ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ജഗദീപ് വീണ്ടും അങ്ങ് സ്പീഡിന് വണ്ടി ഓടിക്കുമ്പോൾ സുസ്മിത അങ്ങ് പേടിക്കുകയാണ്. സീറ്റ് ബെൽറ്റൊക്കെ സുസ്മിത പിടിച്ചിടുന്നുണ്ട്. എതിരെ ഒരു ടെമ്പോ വരുമ്പോഴത്തേക്ക് സുസ്മിത ഇങ്ങനെ 2 ചെവിയിലേക്കും കൈ കൊടുത്ത അമ്മയെന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ്. ജഗദീപ് സ്പീഡിന് വണ്ടി ഓടിച്ചു പോവുകയാണ്. അന്നേരം സുസ്മിതയുടെ ഒരു വേലയും ജഗദീപിനോട് നടക്കില്ല എന്ന് അവിടെ സുസ്മിതയ്ക്ക് മനസ്സിലാവുകയാണ്. തുടർന്ന് കാണിക്കുന്നത് രാത്രി ശാരദാമ്മയുടെ കുടുംബശ്രീ വീടാണ്. അവിടെ ശാന്തയാണെങ്കിൽ ഇരുന്ന് ശാരദാമ്മയ്ക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാകുകയാണ്. അന്നേരം 1 2 മതി, ഞാൻ അത്രേ കഴിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ മാവൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അന്നേരം അതെങ്കിലും കഴിച്ചാൽ മതിയല്ലോ, പിന്നെ ഗോപാലേട്ടൻ എന്ന് വരും, തീർത്ഥാടനത്തിന് പോയിട്ട് എന്ന് വരും എന്നൊക്കെ ചോദിക്കുകയാണ്. അന്നേരം കാശി രാമേശ്വരം എന്നൊക്കെ പറഞ്ഞ് പോയിരിക്കുകയാണ്. ദൈവത്തിൻ്റെ വിളിയുണ്ടായി, അത് കഴിയുമ്പോൾ വരും എന്നൊക്കെയാണ് ചോദിക്കുമ്പോൾ പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് ഓരോ നാട്ടുവിശേഷങ്ങളും വീട്ടുകാര്യങ്ങളും ഒക്കെ പറയുകയാണ്. തുടർന്ന് കെട്ടിച്ചു വിട്ട പെമ്മകളെ വിളിക്കുക അവർ വിളിച്ചാൽ തന്നെ ഒന്നും ചോദിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പരാതിയൊക്കെ ശാരദാമ്മ ശാന്തയോടും പറഞ്ഞ് അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് രാത്രിയാണ് സമയം. ശാരിക ഓട്ടോയിൽ വരുന്നത്. ശാരികയാണെങ്കിൽ ബാഗൊക്കെ തൂക്കിയാണ് വരുന്നത്. അത് കാണുമ്പോൾ ശാരദാമ്മ അങ്ങ് പേടിക്കുകയാണ്. നീ എന്താ മോളെ ഈ സമയത്ത്, എന്താ വിശേഷം എന്നൊക്കെ ചോദിക്കുമ്പോൾ രാജീവ് സാർ വന്നില്ലേ എന്നൊക്കെ ചോദിച്ച് ആകെ ഒരു വെപ്രാളമാണ്. ഇനി ശാരിക പിണങ്ങിയാണോ വന്നതെന്നാണ് ശാരദാമ്മയുടെ ഉദ്ദേശം. അന്നേരം അവരൊക്കെ വീട്ടിലുണ്ട്, അവിടെ ആർക്കും ഒരു കുഴപ്പമില്ല, ഞാൻ ആരോടും പിണങ്ങിയൊന്നും അല്ല വന്നത് എന്ന് പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് അങ്ങ് സന്തോഷമാവുകയാണ്. തുടർന്ന് ശാരദാമ്മയുടെ ഫോൺ ബെല്ലടിക്കുമ്പോൾ ഇനി ഇതാരാണാവോ എന്നും പറഞ്ഞ് ശാരദാമ്മ അങ്ങ് വെപ്രാളപ്പെടുകയാണ്. തുടർന്ന് ശാന്തയോട് ഫോൺ എടുത്തുകൊണ്ട് വരാൻ പറയുമ്പോൾ ഈ ശാരദാമ്മയ്ക്ക് എന്തിൻ്റെ സൂക്കേടാണ്, ഇത്രയും നേരം മക്കൾ വരുന്നില്ല, വിളിക്കുന്നില്ല എന്നൊക്കെ പറയായിരുന്നു. ഇപ്പോൾ വിളിച്ചാലും വന്നാലും കുറ്റം എന്നൊക്കെ പറഞ്ഞ് ശാന്ത പോയി ഫോൺ എടുത്തുകൊണ്ട് വരികയാണ്. അന്നേരം സത്യാമ്മയാണെന്ന് പറയുമ്പോൾ ഇനി ശ്യാമ അവിടെ എന്തെങ്കിലും കുഴപ്പം ഉണ്ടാക്കി കാണുമോ എന്നൊക്കെ പറഞ്ഞ് പേടിച്ച് ശാരദാമ്മ ഫോൺ എടുക്കുകയാണ്. അന്നേരം സത്യഭാമയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ്. ശാരദാമ്മയെ ഞാൻ
ശാലിനിയുടെ സീമന്തം വിളിക്കാനാണ് ഇപ്പോൾ വിളിച്ചതെന്ന് പറയുമ്പോൾ ശാരദാമ്മ അങ്ങ് ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനിയിപ്പോൾ അതിൻ്റെ സത്യാവസ്ഥയും സീമന്ത ചടങ്ങിലേക്ക് സുസ്മിത വീഡിയോ കോളൊക്കെ ആയിട്ട് വരും. പക്ഷേ അതൊന്നും അവിടെ വില പോകില്ല. നല്ല പര്യവസാനത്തോടു കൂടി തന്നെ കഥ പോവും. ഓക്കെ, താങ്ക് യു.